ആരെയാണോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ആ കുടുംബം കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ജാമ്യം. അമിത്ഷായുടെ ചെലവിലല്ല. ആ കുടുംബത്തിനോടൊപ്പം കോൺഗ്രസ് ഇല്ല, ആ കുടുംബത്തിനോടൊപ്പം BJP ഇല്ല. ആ കുടുംബം സംരക്ഷിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിലാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നാരായൺപൂരിലാണ്. ഞങ്ങൾക്ക് പണ്ടേ സ്വാധീനമുള്ള CPIക്കും CPMനും സ്വാധീനമുള്ള സ്ഥലമാണത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വോട്ടിന്റെ എണ്ണം വെച്ചല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലല്ല, ശ്രീ കെന്നഡി പറഞ്ഞതിന് മറുപടി ശ്രീ അനിൽകുമാർ, കോട്ടും സൂട്ടും ഇട്ട് അങ്ങോട്ട് പോയി, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്താണ്? ഈ രണ്ടിനുമുള്ള മറുപടി നമുക്ക് ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിന്റെ ഭാഗമായി അവകാശ തർക്കം വെച്ച് വർത്താനം പറയേണ്ട കാര്യമല്ല. ഇതിലൊരു അവകാശ തർക്കത്തിന് പ്രശ്നമില്ല. നമ്മുടെ നാട്ടില് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു. കന്യാസ്ത്രീകൾക്ക് കേരളം വിട്ടുകഴിഞ്ഞാൽ അവരുടെ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നില്ല. പുരോഹിതന്മാർക്ക് അവരുടെ സഭാവസ്ത്രം ധരിച്ച് കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അല്പം ഇറച്ചിയുള്ള ഭക്ഷണം നമ്മൾ കരുതി ഒരു തീവണ്ടിയിൽ കയറി കേരളം വിട്ടുകഴിഞ്ഞാൽ ആ ഇറച്ചിപ്പാത്രം തുറക്കാൻ കഴിയാത്ത വിധമുള്ള ഭയം ഭരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ശരി ശരി, ഞാൻ പറയാം. അനിൽകുമാർ ഈ പറയുന്നതെല്ലാം പ്രസക്തമായ കാര്യമാണ്. പക്ഷേ വിഷയത്തിന്റെ വ്യാപ്തി അങ്ങ് കുറെ കൂടെ വലുതാക്കുന്നു. അതാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷൈജു ആന്റണി, ഇവിടെ ഈ മാരാർജി മന്ദിരത്തിലേക്ക് ഒരു വിഭാഗം പുരോഹിതർ ഇന്നലെ പോവുക, അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് കേക്ക് കൊടുക്കുക, അതെന്തിനായിരുന്നു? എന്താണ് അവരെ അതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്? ഈ പ്രീതി മേരിയുടെ പനിക്കിടക്കയിൽ നിന്ന് അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ മാറ്റി ഈ രണ്ടുപേരെയും, പ്രീതിയെയും വന്ദന ഫ്രാൻസിനെയും മാറ്റിയാണല്ലോ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം കോടതിയിൽ എത്തിക്കുന്നതിന് മുൻപ് വരെ ആ അരക്ഷിതാവസ്ഥയൊന്നും ഇവർക്ക് മനസ്സിലാകാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് കേക്കുമായി എഴുന്നള്ളിയത് എന്തിനാണ്? അതും മാരാർജി മന്ദിരത്തിലേക്ക്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങ് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങയിലേക്ക് വരാം. ശ്രീ കെന്നഡി കരിമികാല, ഇവിടെ ഇപ്പോൾ കേട്ടല്ലോ ആരെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ ഭാഗത്താണ് എന്ന്. അങ്ങയുടെ മറുപടി. നോക്കൂ വേണു, നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഏത് രീതിയിൽ നമ്മളതിനെ കാണുന്നു എന്നുള്ളതിനാണ്, ഏത് വ്യാപ്തിയിൽ അതിനെ കാണുന്നു എന്ന് കൂടെ നോക്കണം. ഒരു കേരളത്തിൻ്റെ രീതിയിലാണോ, അതോ ഇന്ത്യ എന്നുള്ള രീതിയിലാണോ, അതോ ലോകം എന്ന രീതിയിലാണോ? CPM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണെങ്കിലും ഒരു മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെ ശ്രീ അനിൽകുമാർ നേരിട്ടുള്ളതാണ്, അതിനുള്ള മറുപടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അല്ല, വിഷയത്തിൽ നിന്ന് മാറുന്നില്ല.